വയനാട്ടിലെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കണ്ട മണിക്കൂറുകളാണ് കടന്നുപോയത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മകളുടെ വിലാപങ്ങൾ നമ്മൾ കണ്ടു. പോളിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകാനെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഉണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. പിന്നാലെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലിയും മകളുടെ പഠിപ്പ് സർക്കാർ ഏറ്റെടുക്കുമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ വന്യജീവി ഭീഷണി, ആക്രമണ ഭീഷണി നേരിടുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ജനപ്രതിനിധികൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് വയനാട്ടിലെ പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടു. വയനാട്ടിൽ ഇപ്പോഴും അതേ പ്രതിഷേധം ചൂട് നിലനിൽക്കുകയാണ്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് സംഭവിച്ചതിൽ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. വയനാട്ടിൽ ജനരോഷം ആളിക്കത്തി. ഇത് ജനങ്ങൾ അറിയണം, ജനപ്രതിനിധികൾ അറിയണം. ഇത് പുൽപ്പള്ളിക്കാരുടെ പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ അതിനെ തൂക്കാൻ അറിയാൻ പറ്റില്ല. കടുവ നാട്ടിലിറങ്ങുന്ന മൃഗത്തിന് ഇതുപോലെ കെട്ടി തൂക്കാൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അത്. ഞങ്ങൾക്ക് ജീവിക്കണം. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വൻ സംഘർഷം. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചു. കേണിച്ചിറയിൽ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നതും സ്ഥിതി രൂക്ഷമാക്കി. പശുവിന്റെ ജഡം വനംവകുപ്പ് ജീപ്പിൽ കെട്ടിവെച്ച നാട്ടുകാർ ജീപ്പിന്റെ കാറ്റഴിച്ചു വിടുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾക്ക് നേരെയും ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി. സംഘർഷം രൂക്ഷമായതോടെ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുൽപ്പള്ളിയിൽ 2 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട ചർച്ചകൾ വേണ്ട, കോംപ്രമൈസിൽ ചർച്ചകൾ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം. എവിടെ പോയി, എവിടെ പോയി? വയനാട് കളക്ടർ എവിടെ പോയി? ഉഭയകക്ഷി ചർച്ചയിലെ വാഗ്ദാനങ്ങൾ ഉത്തരവായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മരിച്ച പോളിന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിച്ചു. തുടർന്ന് ADM ദേവകി സ്ഥലത്തെത്തി ഉത്തരവ് കുടുംബത്തെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയും ഉടൻ കൈമാറും. ചികിത്സ വൈകി എന്നാവർത്തിച്ചും മരിച്ച പോളിന്റെ മകൾ ഇന്ന് രംഗത്ത് വന്നു. ചികിത്സ കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛന് ചികിത്സ കിട്ടിയെങ്കിൽ എൻ്റെ പപ്പി ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. ഇത് ചികിത്സ ഇനി ആർക്കും ഗതി വരരുത്. എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകുമെന്ന് പറഞ്ഞ് എപ്പോഴാണ് പോയത്? ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ചികിത്സ ലഭിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവർ മാറ്റണമായിരുന്നു. അതിനും അവർ തയ്യാറായിട്ടില്ല. മന്ത്രി AK ശശീന്ദ്രനെതിരെ കോഴിക്കോട്ട് 2 ഇടങ്ങളിൽ ഇന്ന് പ്രതിഷേധമുണ്ടായി. വനംവകുപ്പിന് വീഴ്ചയില്ലെന്നും പ്രകോപനപരമായ സമരത്തിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങൾ പിന്മാറണമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ചികിത്സ വൈകി എന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ദയവായി ആ കാര്യത്തിൽ ഹർത്താലിൽ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഓരോന്നായി മാറി പോകും. അപ്പോൾ അത്
അതിനെ മറ്റൊരു തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിച്ച് അതിലേക്ക് ഇനി ചർച്ച പോകും. മാധ്യമങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ? മാധ്യമങ്ങൾ അവിടെയുള്ള റിപ്പോർട്ട് അതാത് സമയത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരെയൊക്കെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ ഇതിന് നിയന്ത്രണമില്ല എന്നുള്ളതാണ്. സമരങ്ങൾക്കും നിയന്ത്രണം വേണം. അത് ആരവാരിക്കണ്ട് സമരം നടത്തുന്നവർ സ്വയം നിയന്ത്രിക്കണം, പാളിപ്പോകാതിരിക്കാൻ. അവരുടെ ലക്ഷ്യം പ്രതിഷേധം അറിയിക്കലാണ്. ആ പ്രതിഷേധം അവർ ഹർത്താലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ ഹർത്താൽ ഞാൻ മനസ്സിലാക്കി നല്ല വിജയമായിരുന്നു എന്നാണ്. അതിൻ്റെ ക്രെഡിറ്റ് അറിയാൻ വേണ്ടി ചിലർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഈ സംഭവമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഈ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ ഒരു സർജറി അവസാനം എന്നോടും പറഞ്ഞിരുന്നു, ഇപ്പോൾ സർജറി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സർജറി ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവർ CT വീണ്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ സർജറി ആവശ്യമില്ല, സ്റ്റെബിലൈസ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോടേക്ക് മാറ്റിയത്. ഏതായാലും ഇതെല്ലാം വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് റിപ്പോർട്ട് വിശദമായി വരട്ടെ, പരിശോധിക്കും. വയനാട്ടിലെ പ്രശ്നപരിഹാരത്തിന് ഉന്നതതല യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച വയനാട്ടിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിക്കും. പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ ഗാന്ധി MP ഇന്ന് വയനാട്ടിലേക്ക് എത്തും. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ, ഇന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ വിശദാംശങ്ങൾ നൽകും. സമീർ C. മുഹമ്മദ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഉന്നതതല യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ അലക്സറ മുഹമ്മദ് ഉണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ന്യായ് യാത്രയ്ക്ക് ഒരു ദിവസത്തെ അവധി നൽകി വാരണാസിയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ അതിന്റെ വിവരങ്ങൾ നമ്മളുമായി ഈ വൈകുന്നേരം പങ്കുവയ്ക്കും. സുർജിത്ത്, ഇന്നത്തെ പ്രതിഷേധം കടപ്പെട്ട രീതിയിലുള്ളതായിരുന്നു. ജില്ലാ കളക്ടർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ അണപൊട്ടി ഒഴുകുന്ന വയനാട്ടിലെ ജനങ്ങളുടെ രോഷമാണ് നമ്മൾ കണ്ടത്. ജീവിക്കാൻ വേണ്ടി നടത്തിയ സമരം എന്ന് നമുക്കിതിനെ ന്യായമായും പറയാം. എന്താണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ നിലവിലെ സാഹചര്യം? ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ എന്താണ് അവസ്ഥ? നമുക്ക് കാണാൻ കഴിയുന്നത് പുൽപ്പള്ളി പഴയ രീതിയിൽ തന്നെ സാധാരണഗതിയിലേക്ക്, ശാന്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പ്രതിഷേധത്തിനിടെ ജനപ്രതിനിധികൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ഈ T. സിദ്ദിഖ് MLA ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അവരെ ഉൾപ്പെടെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ചില പ്രതികരണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ടുള്ളത്. സ്വാഭാവികമായും അവർ ഉൾപ്പെടെയുള്ളവർ ജനപ്രതിനിധികളാണ്. ഇവർ ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും മറ്റ് കാര്യത്തിലും അതോടൊപ്പം തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ നേതൃത്വം വഹിച്ച ആളുകളാണ്. ഇപ്പോൾ അവർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിൽ IC ബാലകൃഷ്ണൻ MLA ഉണ്ട്, ഒപ്പം തന്നെ T. സിദ്ദിഖ് MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഷംസാദ് വരക്കാരുണ്ട്, മുതിർന്ന കോൺഗ്രസ് നേതാവ് KL പൗലോസ് ഉണ്ട്. ഇവരുടെ പ്രതികരണം അതിനകത്ത് നിർണായകമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളിൽ എന്താണ് പറയാനുള്ളത്? സത്യത്തില് സുർജിത്ത്, ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുർജിത്തിലേക്ക് തിരികെ വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സമീർ C. മുഹമ്മദ് ആണ്. സമീർ ഉള്ളത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിലാണ്. സമീർ, മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കാത്ത പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതിനുശേഷം സർക്കാരിൻ്റെ ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് കുടുംബത്തിനെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഭാര്യയ്ക്ക് താൽക്കാലികമായ സർക്കാർ ജോലി, മകളുടെ പഠിപ്പേറ്റെടുക്കും, 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. കുടുംബം ഈ സർക്കാരിൻ്റെ ഈ പ്രതികരണത്തോട് എങ്ങനെയാണ് അവർ കാണുന്നത്? ഇപ്പോൾ നിലവിൽ എന്താണ്? പോളിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ മൃതദേഹം വീട്ടിലേക്ക് ഇറക്കി അവിടെ പൊതുദർശനം ആരംഭിച്ചു. ഇപ്പോൾ പൊതുദർശനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം തന്നെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് 9 കിലോമീറ്റർ അകലെയാണ് സെന്റ് ജോർജ് പള്ളി. ആ സെന്റ് ജോർജ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് അത് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വായിച്ചു കേൾപ്പിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പലപ്പോഴും രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ചില ചർച്ചകൾ നടത്തി. സമീർ C. മുഹമ്മദ് അല്പസമയത്തിനകം തന്നെ ബാക്കി വിവരങ്ങൾ കൂടി നൽകും. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം, പോളിന്റെ മൃതദേഹം വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നേരത്തെ സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അതിലൊന്ന് പോളിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകുമെന്നുള്ളതാണ്. മറ്റൊന്ന് മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കും. അതിനപ്പുറം മൂന്നാമത്തെ കാര്യം 10 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം എന്നുള്ളതാണ്. ശരി, സമീർ പറയൂ.
ഗോപി, ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് കാണാം. മേരി മെമ്മോറിയൽ ആശുപത്രിയുടെ ആംബുലൻസ് ഇപ്പോൾ തൊട്ട് ആയിട്ട് കടന്നു പോകുന്നു. വലിയ രീതിയിലുള്ള ഒരു വികാരനിർഭരമായിട്ടുള്ള ഒരു യാത്രയപ്പാണ് പോളിന് നൽകുന്നത്. പോലീസുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നു. നാട്ടുകാരുടെ വലിയ ഒരു നിര തന്നെ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്, ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഏറെ നേരം വലിയ ഒരു പ്രതിഷേധമായിക്കൊണ്ട് ആ ആംബുലൻസ് തന്നെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ ഒക്കെ തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തണം, നൽകിയ ഉറപ്പുകൾ അവർ പരസ്യമായത് പറയണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ മുന്നോട്ട് വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ മണിക്കൂറുകളോളമാണ് വീടിന് മുന്നിൽ പാക്കത്തെ വീടിന് മുന്നിൽ ആംബുലൻസിൽ ആ മൃതദേഹം കടന്നത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയും നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ട പ്രകാരം അതിൻ്റെ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിനൊടുവിലാണ് പിന്നീട് മൃതദേഹം വീട്ടിലേക്ക് ഇറക്കുകയും പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തത്. ആ പൊതുദർശനം പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഇപ്പോൾ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നീണ്ടുനിന്ന പ്രാർത്ഥനാ ചടങ്ങുകളും ഒപ്പം തന്നെ അവിടെയുള്ള പൊതുദർശനത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള ജനങ്ങളാണ് എത്തിയത്. വളരെ വൈകാരികമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ സാന്നിധ്യം അവിടെ കാണാനാകുമായിരുന്നു. ഒരു വേളയിൽ അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ, ചില നാടകീയ രംഗങ്ങൾ ഉണ്ടായി. അതായത് ADM-നെ തടഞ്ഞു വെക്കണം, ഈ ഉറപ്പുകൾ ഇത്തരത്തിൽ വായിച്ചാൽ മാത്രം പോരാ, അവരുടെ കാര്യങ്ങളെല്ലാം ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ, അത്തരത്തിലുള്ള ഉറപ്പ് കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്ന ആവശ്യവുമായി കൊണ്ട് നാട്ടുകാർ ADM-നെ തടഞ്ഞു വെക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ പോളിൻ്റെ മൃതദേഹവുമായി കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇനി മുന്നോട്ട് പോകേണ്ടതില്ല. മരണം സംഭവിച്ചിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഒരു ദിവസം കഴിഞ്ഞ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല. മാത്രമല്ല ആവശ്യപ്പെട്ട പ്രകാരം ADM ഉൾപ്പെടെയുള്ളവർ എത്തുകയും ആ ഉറപ്പുകളൊക്കെ തങ്ങളെ അറിയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് ബന്ധുക്കൾ എത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ചില കയ്യാങ്കളിയിലേക്ക്, ചില നേരിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുന്നു. പിന്നീട് പള്ളിയിലെ വികാരി ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു, പോലീസും ഇടപെടുന്നു. അങ്ങനെ അതിനൊടുവിൽ ആ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിക്കുകയും പിന്നീട് പൊതുദർശനവും പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ മൃതദേഹം പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 9 കിലോമീറ്ററാണ് വീട്, പാക്കത്തെ വീടും ഒപ്പം തന്നെ പുൽപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയും തമ്മിലുള്ളത്. അവിടേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിക്കും. അവിടെ അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും നീണ്ടുനിന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഉൾപ്പെടെ വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാർ അവരെ സംബന്ധിച്ച് വളരെ ഒരു തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരം കൊലപാതകങ്ങൾ, അതായത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു, നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ വേദന മാറും മുമ്പ് കാട്ടാന ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. അതും വീട്ടിലെത്തിക്കൊണ്ടാണ് കാട്ടാന ആക്രമിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് പിറകെയാണ് ഇപ്പോൾ വാച്ചറായിട്ടുള്ള പോളിൻ്റെ മരണം കൂടി സംഭവിക്കുന്നു. ഏതായാലും വലിയൊരു ഭീതിയിലാണ് ജനങ്ങൾ. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. വയനാട്ടിലെ പുൽപ്പള്ളിയിലെ ജനങ്ങൾ അവരുടെ രോഷം ഇന്ന് അണപൊട്ടി ഒഴുകുന്നത് കണ്ടു. സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ, ജില്ലാ ഭരണകൂടത്തിനെതിരെയൊക്കെയുള്ള രോഷപ്രകടനമായി ഇന്നത്തെ ഹർത്താലും പ്രതിഷേധങ്ങളും മാറിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് രാഹുൽ ഗാന്ധി MP, വയനാടിൻ്റെ MP രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഒരു ദിവസത്തെ അവധി നൽകി വാരണാസിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രാധാകൃഷ്ണൻ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്ക് എപ്പോഴാണ് രാഹുൽ ഗാന്ധി പുറപ്പെടുക? വാരണാസിയിൽ നിന്നാണെന്ന് തോന്നുന്നു വയനാട്ടിലേക്ക് വരുന്നത്, അല്ലേ? ആണ് ഗോപി. വാരണാസിയിൽ നിന്നാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്. 5 മണിയോടുകൂടി പുറപ്പെടും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അവിടെയുള്ള സാഹചര്യത്തിന്റെ ആ ഒരു കാഠിന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിശദീകരണ യാത്ര കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് അത് നിർത്തിവെക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ കോൺഗ്രസ് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു ദിവസത്തേക്ക് ഈ ന്യായ യാത്രയുടെ പരിപാടികളിൽ നിന്നും മാറി കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ഈ മേഖലകൾ സന്ദർശിക്കും. അദ്ദേഹം നാളെ വൈകിട്ടാണ് മടങ്ങി ഡൽഹി, പ്രയാഗ്രാജിലാണ് നാളെ അദ്ദേഹം എത്തുക. അതിനു വേണ്ടിയിട്ടുള്ള അവിടെ നിന്നായിരിക്കും പിന്നീട് യാത്ര ആരംഭിക്കുന്നത്. ഏതായാലും അദ്ദേഹം കേരളത്തിലേക്ക് പുറപ്പെടാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. 5 മണിയോടുകൂടി അദ്ദേഹം വാരണാസിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടും. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 5 മണിക്കാണ് അവിടെ നിന്നും രാഹുൽ ഗാന്ധി MP വാരണാസിയിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെടുക. ഇന്ന് തന്നെ വയനാട്ടിൽ എത്തിച്ചേരുക എന്നതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലെ സാഹചര്യങ്ങൾ, സ്ഥിതിഗതികൾ സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് വീണ്ടും സമീർ സി മുഹമ്മദിലേക്ക് പോകാം. സമീർ, ജനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ അവരുടെ തുടർ സമര പരിപാടികൾ എന്താണ്? ഇത് ഈ സർക്കാരിൻ്റെ ഉറപ്പോടുകൂടി സമരം തൽക്കാലം അവസാനിപ്പിക്കാം എന്നുള്ളതാണോ?
അതോ ഇനി ഇതുപോലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ മറ്റെന്തെങ്കിലും ഉറപ്പുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ടോ? സമരത്തിന്റെ ഭാവി എന്താകും? സമരത്തിൽ നിന്ന് പൂർണ്ണമായും അവർ പിന്തിരിയുന്നില്ല. മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രജീഷ് കൊല്ലപ്പെടുന്നു, അജീഷ് കൊല്ലപ്പെടുന്നു, ഇപ്പോൾ പോളും കൊല്ലപ്പെടുന്നു. കാട്ടാനയുടെ അതുപോലെ കടുവയുടെ ഒക്കെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നു. ഇന്ന് 2 പശുക്കളെയാണ് കടുവ വേട്ടയാടി പിടിക്കുകയും അങ്ങനെ അത്തരത്തിൽ വലിയ രീതിയിൽ ക്ഷീര കർഷകർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തത്. അങ്ങനെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഈ ജില്ലയിലുണ്ട്, വയനാട് ജില്ലയിലുണ്ട് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചുവെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഈ വിധത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നു, പിന്നീട് അത് തണുക്കുന്നു. ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭരണകൂടത്തിന്റെ കണ്ണം തുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങളുടെ ഈ ഹർത്താൽ അതുപോലെ തന്നെ മറ്റു പ്രതിഷേധങ്ങൾ എന്ന കാര്യമാണ് ഈ സമരക്കാർ പറയുന്നത്. മറ്റു ആരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തങ്ങൾക്ക് ജീവിക്കണം, പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള ഒരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാവുന്നില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. അതിൻ്റെ കുറ്റക്കാർ എന്ന് പറയുന്നത് സർക്കാരും ജില്ലാ ഭരണകൂടമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യം അവർ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, അടുത്ത ദിവസം തന്നെ ജില്ലയുടെ ചുമതലക്കാരനും കൂടിയായിട്ടുള്ള AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിതല സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ വീടുകൾ സന്ദർശിക്കുമെന്ന കാര്യം കൂടി അവരുടെ ഭാഗത്തുനിന്ന് അറിയുന്നു, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയുന്നുണ്ട്. എന്നാൽ സമരക്കാർ പറയുന്നത് മന്ത്രിയെയും സംഘത്തെയും ജില്ലയിൽ കാലുകുത്തിക്കില്ല, ലക്കിടിയിലേക്ക് എത്തുമ്പോൾ ആ ബോർഡറിൽ വെച്ച് കൊണ്ടുവരുന്ന തന്നെ തടയും എന്ന കാര്യമാണ് സമരക്കാർ പറയുന്നത്. കാരണം അവർ അത്രമേൽ വലിയ രീതിയിൽ ഒരു ഭീതിയിലാണ് എന്നുള്ള കാര്യം ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് സർക്കാർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള വനം വകുപ്പ് മന്ത്രി തയ്യാറായില്ല എന്നുള്ള ഒരു രോഷവും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ജില്ലയിൽ എത്തണമെന്നും ഈ വിഷയങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെടുന്നു. സ്കൂളിലേക്കോ മദ്രസകളിലേക്കോ അതുപോലെ മറ്റ് ഇടങ്ങളിലേക്ക് തൊഴിലിടങ്ങളിലേക്കൊന്നും തന്നെ അവർക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പല മേഖലകളിലും ഉള്ളത്. ടാപ്പിങ്ങിനൊക്കെ പോകുന്ന തൊഴിലാളികളാണ് ഏറെ ഭീതിപ്പെടുന്ന സാഹചര്യം. ഒപ്പം തന്നെ പുലർച്ചെ ഈ പത്രവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ സന്ധ്യയാകുമ്പോൾ പിന്നീട് ഇരുചക്ര വാഹനങ്ങളിൽ പുറത്തിറങ്ങുന്നവരൊക്കെ വലിയ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പശുക്കൾ, പോത്തുകൾ അതുപോലെ തന്നെ ആട് ഉൾപ്പെടെയുള്ളവയെ വളർത്തുന്നവരുണ്ട്. അവരൊക്കെ മേയാൻ വിടുമ്പോൾ പലപ്പോഴും തിരിച്ചെത്തുന്നില്ല. പലപ്പോഴും അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പഴകിയ അവസ്ഥയിൽ. ശരി സമീർ, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ രാഹുൽ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എത്ര മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ? ഇപ്പോൾ ആരൊക്കെയാണ് ഈ മൃതദേഹത്തിനൊപ്പം പോകുന്നത്? നമുക്ക് എന്തൊക്കെയാണ് വിവരങ്ങളുള്ളത്? കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. നേരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്, ഭാര്യയ്ക്ക് താൽക്കാലികമായ സർക്കാർ ജോലി, പിന്നെ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല സർക്കാർ ഏറ്റെടുക്കുന്നു. 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചിരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ തന്നെ പ്രതിഷേധക്കാർ അനുവാദം നൽകിയത്. നേരത്തെ മകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മതിയായ ചികിത്സ പോളിന് ലഭിച്ചിട്ടില്ല എന്ന വളരെ ഗൗരവമേറിയ ഗുരുതരമായ ഒരു പരാതി മകൾക്കുണ്ട്. ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ പോൾ മരിക്കില്ലായിരുന്നു എന്നാണ് മകൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ ചികിത്സാ പിഴവ് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇക്കാര്യത്തിൽ മതിയായ ശരിയായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. വാക്കാൽ നടന്നിട്ടുള്ള ആശയവിനിമയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമേ തൻ്റെ പക്കൽ ഇപ്പോഴുള്ളൂ. ഈ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. പോളിന് ഏതെങ്കിലും തരത്തിൽ ചികിത്സാ നിഷേധം ഉണ്ടായിട്ടുണ്ടോ, മതിയായ ചികിത്സ ശരിയായ സമയത്ത് ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടും എന്നാണ് ആരോഗ്യമന്ത്രി നേരത്തെ നൽകിയ പ്രതികരണം. വനമന്ത്രി ഈ വിഷയത്തെ കാണുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം അതിരുവിടാതെ നോക്കണം എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. അക്രമത്തിലേക്ക് വഴി തുറക്കുന്ന പ്രതിഷേധങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വനം വകുപ്പിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായതായി താൻ കരുതുന്നില്ല എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. ഏതായാലും നഷ്ടമുണ്ടായത് വീട്ടുകാർക്കും ഭീതിയിൽ കഴിയുന്നത് നാട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം അങ്ങേയറ്റം പോയി നിൽക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നമ്മൾ കാണുന്നത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും. വനം വകുപ്പിൻ്റെ വാഹനത്തിന് മുകളിൽ റീത്ത് വെച്ചുകൊണ്ട് ഈ ആക്രമണത്തിൽ ചത്ത പശുവിൻ്റെ മൃതദേഹം
കിടത്തിക്കൊണ്ടൊക്കെയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. അത്ര ശക്തമായ ഒരു ജനരോഷം അവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളോടൊപ്പം രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എപ്പോഴാണ് പോളിന്റെ മൃതദേഹം പള്ളിയിലെത്തിക്കുക? ഗോപി, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ പള്ളിയിൽ എത്തിക്കും. അതിനുവേണ്ട ഒരുക്കങ്ങൾ എല്ലാം തന്നെ പള്ളിയിൽ പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരം നടക്കുന്നത് പുൽപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലാണ്. ഈ പള്ളിയിലെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബന്ധുക്കൾ എല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി വികാരിയായ വി പൗലോസിന്റെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ പള്ളിയിൽ നടക്കാൻ പോകുന്നത്. പള്ളിയിൽ ഇനി ഏതാണ്ട് 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുശേഷം പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാവുക. അല്പം മുമ്പാണ് വീട്ടിൽ നിന്നും പോളിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര പള്ളിയിലേക്ക് പുറപ്പെട്ടത്. ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിലാപയാത്ര പള്ളിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോളിന്റെ മകൾ, ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വിലാപയാത്ര പള്ളിയിലേക്ക് എത്തുക, അതുമാത്രമാണ് ഇനി അവശേഷിക്കുന്ന ഒരു താമസം എന്ന് പറയുന്നത്. മൃതദേഹം എത്തിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഇന്നത്തെ മറ്റ് വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് വയനാട് കണ്ടത്. പുൽപ്പള്ളിയിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് പോളിന്റെ മൃതദേഹം എത്തിക്കുന്നത്. ആദ്യം സമാധാനപരമായിരുന്നു ഈ പ്രതിഷേധമെല്ലാം തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് അണപൊട്ടി ആളുകളുടെ പ്രതിഷേധം അത് വിവിധ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടത്. ഇന്ന് തന്നെ രണ്ടിടങ്ങളിലാണ് കടുവ പശുവിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. 2 പശുക്കളാണ് ഇന്ന് മാത്രം ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ ചത്തിട്ടുള്ളത്. അതിൻ്റെ ജഡവുമായി ജനങ്ങൾ ഇവിടേക്ക് എത്തുകയും പുൽപ്പള്ളിയിലേക്ക് എത്തുകയും വനം വകുപ്പിൻ്റെ വാഹനത്തിന് മുകളിൽ ആ പശുവിൻ്റെ ജഡം ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അത് വിവിധ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പുൽപ്പള്ളിയിൽ ഉണ്ടായി. കാരണം വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാവാനുള്ള കാരണം അവർ ഈ പ്രതിഷേധം നടക്കുന്നതിന് സമീപത്തായി എത്തിയിരുന്നു. അവരോട് ഇവിടെ നിന്നും പോകണമെന്ന് ആദ്യം ജനങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. വനം വകുപ്പിന്റെ വാഹനം ജീപ്പ് തകർത്തു, ടയറിന്റെ കാറ്റ് ഊരിവിട്ടു, ആളുകൾക്ക് നേരെ പ്രതിഷേധമുണ്ടായി. പോലീസ് വലിയ രീതിയിൽ പണിപ്പെട്ടുകൊണ്ടാണ് ആളുകളെ പിന്നോട്ട് അടിക്കാൻ ഒരു ശ്രമം നടത്തിയത്. 4 തവണയാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് പുൽപ്പള്ളി നഗരത്തിൽ തന്നെ ഉണ്ടായത്. ഉച്ചയോടുകൂടി സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിലും കാര്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല. ഏതാണ്ട് 50 ലക്ഷം രൂപ കുടുംബത്തിന് നൽകണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം, ഭാര്യയ്ക്ക് ജോലി നൽകണം, കുടുംബത്തിന്റെ കടം സർക്കാർ എഴുതി തരണം തുടങ്ങി 5ഓളം ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ 50 ലക്ഷം രൂപ നൽകുന്നതിൽ 10 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാം, അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകാം എന്ന തീരുമാനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ 50 ലക്ഷം രൂപ തന്നെ നൽകണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. മാത്രമല്ല ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ വന്യമൃഗങ്ങളെ തിരിച്ച് കാട് കയറ്റാൻ വേണ്ട നടപടിക്രമങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ആവശ്യം കൂടി ഇന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് ഏതാണ്ട് 4.5 മണിക്കൂർ ഒരു യുദ്ധക്കളത്തിന് സമാനമായ രീതിയിൽ പ്രതിഷേധം പുൽപ്പള്ളി നഗരത്തിൽ ഉണ്ടായത്. നിലവിൽ പുൽപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. രാവിലെ ഏതാണ്ട് 1000-ലധികം ആളുകൾ കൂട്ടം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടൊക്കെയായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരും തന്നെ പുൽപ്പള്ളി നഗരത്തിൽ ഇല്ല. പോലീസിന്റെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം, കൃത്യമായ പരിശോധന എല്ലാം തന്നെ പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കടുവാക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വനം വകുപ്പ് വീണ്ടും അന്വേഷണവും ഒപ്പം തന്നെ തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 16 ദിവസത്തിനുള്ളിൽ ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കരിക്കുന്നത്. പള്ളിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം എത്തിക്കും. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ സുരേഷ് ഇപ്പോൾ നൽകിയത്. കർണാടക ഹൈക്കോടതി വിധി പുറത്ത്. വീണ വിജയന് കനത്ത തിരിച്ചടി നൽകിയ കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നു. SFIO അന്വേഷണം നിയമപരമാണെന്ന് ഉത്തരവിൽ പറയുന്നു. അന്വേഷണം തടയാനോ റദ്ദാക്കാനോ കഴിയില്ലെന്നും ഉത്തരവിലുണ്ട്.
46 പേജുള്ളതാണ് വിധിപ്പകർപ്പ്. അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടി പാടില്ലെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത്തരം നിബന്ധനകളൊന്നും ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാസപ്പടി വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ MLA CMRL കമ്പനി അടച്ചുപൂട്ടലിന്റെ അവസ്ഥയിലാണെന്നും ഇൽമനൈറ്റ് ലഭ്യമാക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് 2017 മുഖ്യമന്ത്രിക്ക് CMRL നൽകിയ നിവേദനം മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. നിവേദനം ലഭിച്ചതിന് പിന്നാലെയാണ് തോട്ടപ്പള്ളിയിൽ മണൽ നീക്കം ചെയ്തതെന്നാണ് ആരോപണം. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി. ഇതിന്റെ ലാഭം CMRLനാണ് ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. ഇവിടെ ഇൽമനൈറ്റ് അവൈലബിൾ അല്ലാത്തപ്പോൾ മൊസാംബിക്കിൽ നിന്നും ജപ്പാനിൽ നിന്നും UAE നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇൽമനൈറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യൽ എന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ്. ഉത്തരവിന്റെ പകർപ്പിന്റെ വിശദാംശങ്ങൾ നൽകാൻ മനേഷ് മൂർത്തി, ഒപ്പം തന്നെ മാത്യു കുഴൽനാടന്റെ പുതിയ ആരോപണങ്ങളുടെ വിശദാംശങ്ങളുമായി വിനീത വിജിയും നമ്മളോടൊപ്പമുണ്ട്. മനേഷ്, എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? അതായത് എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, SFIയുടെ അന്വേഷണം ഒരു കാരണവശാലും റദ്ദാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഒറ്റ വരിയിൽ വന്ന ആ വിധിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി എക്സാലോജിക് പറഞ്ഞിരുന്ന കാര്യത്തെ തന്നെയാണ് ഖണ്ഡിക്കുന്നത് SFIO. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ കേസിൽ 2 അന്വേഷണം നടക്കുന്നു എന്നതായിരുന്നു. അതായത് സമാന്തരമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന്. ഇന്ന് 210 വകുപ്പ് പ്രകാരം ROCയുടെ അന്വേഷണം നടക്കുന്നു. സമാനമായ രീതിയിൽ 212 വകുപ്പ് പ്രകാരം ഈ പറഞ്ഞ SFIയുടെ അന്വേഷണം നടക്കുന്നു. ഇതിൽ നിയമവിരുദ്ധതയാണ് എക്സാലോജിക് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ SFIയുടെ കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് ROC രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പൂർത്തിയായതാണ്. അതിൽ കൃത്യമായ റിപ്പോർട്ടുകൾ നൽകപ്പെട്ടിട്ടുള്ളതാണ്. സമാന്തരമായ അന്വേഷണമല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു ടേക്ക് ഓവർ ആയിരുന്നു. ഈ അന്വേഷണം എന്ന് പറയുന്നത് ROCയിൽ നിന്നും ടേക്ക് ഓവർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് SFIO നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ഘട്ടത്തിൽ ഇത് റദ്ദാക്കേണ്ട യാതൊരു കാര്യവും എന്നുള്ളതാണ്. മാത്രമല്ല പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇത് റദ്ദാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഹർജി അനാവശ്യമാണെന്നുള്ളതായിരുന്നു SFIOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. എന്തായാലും അത് കൃത്യമായി തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീണ വിജയൻ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ വിധി പ്രസ്താവത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വരി തന്നെയായിരിക്കും. അതായത് കൃത്യമായ നിയമപരമായി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് SFIO അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. നിയമപരമാണ് SFIOയുടെ അന്വേഷണം എന്ന് പറയുന്ന ആ ഒരു വിധി പ്രസ്താവം എന്തായാലും മേൽക്കോടതികളിൽ എക്സാലോജിക്കോ അല്ലെങ്കിൽ വീണ വിജയനോ പോകുന്ന സമയത്ത് വലിയ തോതിൽ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, അന്വേഷണം തീർത്തും നിയമപരം തന്നെയാണ് എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. 46 പേജുള്ള വിധി പ്രസ്താവമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നത്. അത് അന്വേഷണം SFIOയെ ഏൽപ്പിച്ചതിൽ തെറ്റില്ല, അതിൽ പൂർണ്ണമായും നിയമപരമായി തന്നെയാണ് ഉള്ളത്. മാത്രമല്ല അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ ഈ ഘട്ടത്തിൽ സാധിക്കില്ല, കാരണം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് കോടതി പറയുന്നു. മാത്രമല്ല അന്വേഷണം തടയാൻ വീണ വിജയൻ ഉന്നയിച്ച അല്ലെങ്കിൽ എക്സാലോജിക്ക് ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഈ അന്വേഷണം തടയേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ നിയമപരമായ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് എന്തായാലും കോടതി ഈ ഒരു ഉത്തരവ് ഇന്നിപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴൊക്കെ വലിയ തോതിൽ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ചും വിധി പ്രസ്താവത്തിലെ ഈ ഒരു വരി എന്ന് പറയുന്നത് നിയമപരമാണ് SFIOയുടെ അന്വേഷണം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. എക്സാലോജിക്കിലേക്ക് വളരെ വേഗത്തിൽ എത്തുക എന്നത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ SFIOയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തിങ്കളാഴ്ച വാദം പൂർത്തീകരിക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന SFIOയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു കോടതി. പക്ഷേ ഈ വിധി പ്രസ്താവത്തിൽ എന്തായാലും അത്തരത്തിലുള്ള നിബന്ധനകളൊന്നും തന്നെയില്ല. പൂർണ്ണമായും സ്വതന്ത്രമായും അന്വേഷിക്കാമെന്ന് തന്നെയാണ് ഈ വിധി പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ എക്സാലോജിക്കിലേക്ക് വീണ വിജയനിലേക്ക് എത്തുക എന്നത് തന്നെയായിരിക്കും SFIOയുടെ അടുത്ത നടപടി എന്ന് പറയുന്നത്. മേൽക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം എന്തായാലും എക്സാലോജിക്ക് നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്
കർണാടക ഹൈക്കോടതിയിലെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ ആയിരിക്കും സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി എന്തായാലും എക്സാലോജിക്ക മുൻപോട്ട് പോകും. പക്ഷേ അവിടെയും ഈ വിധി പ്രസ്താവത്തിൽ ഈ ഒരു വരി എന്തായാലും തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എക്സാലോജിക്കിനെതിരെ ഇനി വളരെ വേഗത്തിൽ മുൻപോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും SFIയുടെ ഒരു തീരുമാനം. ഗോപികൃഷ്ണൻ. മനീഷ് മൂർത്തിയാണ് ഉത്തരവിന്റെ പകർപ്പിന്റെ വിശദാംശങ്ങൾ നൽകിയത്. വിനീത VG കൂടി നമ്മളോടൊപ്പം ചേരുന്നു. വിനീത, മാത്യു കുഴൽനാടൻ ഇന്ന് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? ഗോപി, ഈ മാസപ്പടി വിവാദത്തിൽ ചില പുതിയ രേഖകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. 2017 ഫെബ്രുവരി 6-ന് CMRL മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നു. ഈ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് ചില രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ നിവേദനത്തിൽ പറയുന്നത് ഈ കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും പ്രാദേശികമായി ഇൽമനൈറ്റ് ലഭ്യമാക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇങ്ങനെയൊരു നിവേദനം നൽകുന്നത്. ഈ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു എന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരിക്കുന്നത്. ഈ നിവേദനത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടനാട്ടിൽ ആളുകളെ രക്ഷിക്കാൻ എന്ന പേരിൽ ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ നീക്കം ചെയ്തതെന്നും പറയുന്നു. ഇതിന്റെ ലാഭം ലഭിച്ചത് CMRL-നാണെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. തുടക്കഘട്ടത്തിൽ കമ്പനി പൂട്ടേണ്ട ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ കമ്പനി പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തിലേക്ക് എത്തിയെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് 2022 6 കോടിയുടെ ലാഭമുണ്ടായിരുന്ന CMRL-ന് 2023 56 കോടിയുടെ ലാഭമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലമാണ് എക്സാലോജിക്കിന് ലഭിച്ചതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചില രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ജനങ്ങളെ കുട്ടനാട്ട് വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്തതിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമായതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ CMRL-ന് വേണ്ടി ഒരു സഹായം നൽകുകയായിരുന്നു ആ നീക്കത്തിന് പിന്നിലെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഗോപി, വാർത്തയിലേക്ക് വീണ്ടും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് ഡൽഹിയിൽ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എത്തുന്നതെന്നാണ് സൂചന. 12 കോൺഗ്രസ് MLA-മാർ കമൽനാഥിനൊപ്പമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായുണ്ട്. ബൽറാം, രാജ്യസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടയാളാണ് കമൽനാഥ്. ഇനി BJP-യിലേക്ക് ചേക്കേറുന്നതിന്റെ ആദ്യപടിയാണോ ഈ ഡൽഹി യാത്ര? ഒപ്പം MLA-മാർ ഉണ്ട് എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, കമൽനാഥ് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡുമായി ഇടയുന്നത് ഈ രാജ്യസഭാ സീറ്റിൻ്റെ പേരിലാണ്. കഴിഞ്ഞയാഴ്ച അദ്ദേഹം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ കണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നൽകാനാകില്ല എന്ന് സോണിയാഗാന്ധി അടക്കമുള്ളവർ വ്യക്തമാക്കി. തുടർന്ന് ദിവസങ്ങൾക്കകമാണ്, മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം BJP-യുമായി ചർച്ച നടത്തിയെന്നും BJP പാളയത്തിലേക്ക് പോകുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് ഒരു ഘട്ടത്തിലും നിഷേധിക്കാൻ കമൽനാഥ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്നും ചർച്ചകൾ മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും ഉടൻ തന്നെ കമൽനാഥ് BJP-യിലേക്ക് എത്തിയേക്കും എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അഭ്യൂഹങ്ങൾ എന്ന തരത്തിലാണ് പ്രചരിക്കുന്നത് എങ്കിൽ പോലും അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികൾ കമൽനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. മകൻ നകുൽനാഥിനോടൊപ്പമായിരിക്കും അദ്ദേഹം BJP അംഗത്വം എടുക്കുക എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ കഴിഞ്ഞയാഴ്ച തന്നെ കമൽനാഥ് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാനായി വസതിയിൽ വിളിച്ചു ചേർത്ത ഒരു വിരുന്ന്, അത്താഴ വിരുന്നിൽ 12 MLA-മാർ, കോൺഗ്രസ് MLA-മാർ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ പൂർണ്ണ പിന്തുണ കമൽനാഥിനുണ്ട് എന്ന് തന്നെയാണ് ഈ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുന്നുണ്ട്. കമൽനാഥ് പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹത്തിന് പാർട്ടിയുമായുള്ള ബന്ധം എന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ളതാണ് എന്നുമാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ കമൽനാഥിന് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ പരിഗണന പാർട്ടിയിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ദേശീയ നേതൃത്വം ഈ കമൽനാഥ് BJP-യിലേക്ക് എന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം ഇക്കാര്യത്തിൽ BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും BJP കേന്ദ്രങ്ങൾ ഇത് ശരിവെക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഗോപികൃഷ്ണൻ. ബൽറാം, ഈ 12 കോൺഗ്രസ് MLA-മാർ കമൽനാഥിനൊപ്പം BJP-യിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
ഗോപികൃഷ്ണൻ, നിലവിൽ കമൽനാഥിന് കോൺഗ്രസിന്റെ 12 MLA-മാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഈ 12 പേരും BJP-യിലേക്ക് അദ്ദേഹത്തോടൊപ്പം പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെങ്കിൽ പോലും കമൽനാഥ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും ഉറച്ചു നിൽക്കുന്ന കമൽനാഥിന്റെ ഏറ്റവും വിശ്വസ്തരായ അംഗങ്ങളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരും BJP-യിലേക്ക് പോയേക്കും എന്ന അഭ്യൂഹങ്ങളാണ്. ഈ MLA-മാരുമായി ബന്ധപ്പെട്ടും പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാനത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേരിട്ടത്. ദേശീയ നേതാക്കൾ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഇടപെട്ടിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് PCC അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ വലിയൊരു പിന്തുണ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ ഉണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 12 MLA-മാർ ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അവരും അദ്ദേഹത്തോടൊപ്പം BJP-യിലേക്ക് എത്തിയേക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ഇടപെടൽ ഏത് തരത്തിലുണ്ടാകുമെന്നും അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഔദ്യോഗികമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നേക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം എന്നുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ രഹസ്യമായ ചർച്ചകളായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം തന്നെയാണ് കമൽനാഥ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുകയാണെങ്കിൽ. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കമൽനാഥിനെ പോലെ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവ്, പലതവണ മന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തി, ഒരു PCC അധ്യക്ഷനായിരുന്ന വ്യക്തി, ഇന്ദിരാഗാന്ധി കാലം മുതൽ തന്നെ പാർട്ടിയെ സേവിക്കുന്ന രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നറിയപ്പെടുന്ന ഒരു നേതാവ്, അദ്ദേഹം പാർട്ടി വിടുക എന്നുള്ളത് കോൺഗ്രസിന് വലിയ ആഘാതമാണ്. പ്രത്യേകിച്ചും തുടർച്ചയായി മഹാരാഷ്ട്രയിൽ മിലന്തിയോറ അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉത്തർപ്രദേശിലും തലമുതിർന്ന നേതാക്കൾ, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ളവർ പാർട്ടിക്ക് പോയതിന് സമാനമായ ഒരു ആഘാതം ഈ മധ്യപ്രദേശ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കമൽനാഥിൻ്റെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഇപ്പോൾ പാർട്ടിക്ക് എടുത്തു പറയാൻ കഴിയുന്ന തലമുതിർന്ന 2 നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കമൽനാഥ്. മറ്റൊരാൾ ദിഗ്വിജയ് സിംഗ് ആണ്. അദ്ദേഹവുമായും കമൽനാഥ് സ്വരച്ചേർച്ചയിലല്ല എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ ചർച്ചയായിരുന്നെങ്കിൽ പോലും ഇത്തവണ ദിഗ്വിജയ് സിംഗ് എന്നാൽ പൂർണ്ണമായും പിന്നീട് മൗനം പാലിച്ച് ഒഴിഞ്ഞു മാറുന്നതായിരുന്നു കണ്ടത്. പൂർണ്ണമായും കമൽനാഥിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പാർട്ടിക്ക് വലിയ ആഘാതം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. കൂടാതെ സഖ്യകക്ഷികളെ പോലും അദ്ദേഹം മുഷിപ്പിച്ചതിലും വലിയ അതൃപ്തി ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു. പിന്നെ ഇതിനെ തുടർന്നാണ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കമൽനാഥിൻ്റെ രാജി ചോദിച്ചു വാങ്ങിയത്. അത് അദ്ദേഹത്തിന് വലിയ ആഘാതമായിരുന്നു. പിന്നാലെയാണ് രാജ്യസഭാ സീറ്റ് കൂടി നിഷേധിക്കപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് മകൻ നകുൽനാഥിന് ഒരു ലോക്സഭാ സീറ്റ്, കമൽനാഥിന് ഒരു രാജ്യസഭാ സീറ്റ് അടക്കമുള്ളവ, അല്ലെങ്കിൽ മകന് മന്ത്രിസ്ഥാനം എന്ന തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ആരുമായി, ഏത് തരത്തിലേക്ക് ഈ ചർച്ചകൾ നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പുൽപ്പള്ളിയിലെ അസാധാരണ സംഭവ വികാസങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ MLA-മാർ. ജനപ്രതിനിധികൾക്കെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ പുൽപ്പള്ളിയിലെ അസാധാരണമായ ഈ സംഭവവികാസങ്ങൾ എന്നാണോ പ്രതിപക്ഷ MLA-മാരുടെ കുറ്റപ്പെടുത്തൽ? ജനപ്രതിനിധികൾക്കെതിരെ തിരിയാൻ ഇടവന്ന സാഹചര്യം എന്താണെന്നാണ് അവർ പറയുന്നത്? ഗോപി, ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പുൽപ്പള്ളിയിൽ. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ അത് അക്രമാസക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ജനപ്രതിനിധികളെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് ആൾക്കൂട്ടം മാറുന്ന നില കൂടി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ IC ബാലകൃഷ്ണൻ MLA, TC ദിക്ക് MLA, ഷംസാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KL പൗലോസ് ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് നിങ്ങൾക്കെതിരെ പോലും വലിയ വികാരം ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതൊരു വ്യക്തമായൊരു ഗൂഢാലോചന ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ ഇന്നലെ പോളിന് അപകടം സംഭവിച്ച സമയം മുതൽ ഞങ്ങൾ ഇടപെടാറുണ്ട്. മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പരാജയപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വിട്ടു. മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞു. രാത്രിയാണ് ഞാനും സിദ്ദിഖ് MLAയും ഉൾപ്പെടെ ഇടപെട്ട് ജില്ലാ കളക്ടർ ഓർഡർ ഇറക്കി. രാത്രി 12 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചു. ബോഡി ആനയുടെ ശല്യമുള്ളതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ പ്രത്യേക പെർമിഷൻ വാങ്ങി അവിടെ ബോഡി സൂക്ഷിച്ചു. മാത്രമല്ല, അവിടുന്ന് പ്രേസർ സൗകര്യമോടുകൂടിയുള്ള ആംബുലൻസിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല, ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടൊരു അപകടം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കീഴ്വഴക്കമുണ്ട്.
ജില്ലാ ഭരണകൂടം, സർവകക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുക. ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ പോലീസ് നടപ്പാക്കണം. 2, ജില്ലാ ഭരണകൂടം എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ ഇവിടെ വന്നിട്ടില്ല. 3, വനംവകുപ്പ് മന്ത്രി ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയോ അത് സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ കാര്യം ഞാൻ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് രാവിലെ 9 മണിക്ക് കളക്ടർ വന്നു കഴിഞ്ഞാൽ ബന്ധുക്കാരുമായി, കുടുംബക്കാരുമായി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും വഷളത്തരത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ജില്ലാ ഭരണകൂടമാണ്, ഗവൺമെൻറ്റാണ്, വനംവകുപ്പ് മന്ത്രിയാണ്. ഇത് ഗവൺമെൻറ്റിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും സിദ്ദിഖ് MLA-യും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയത്. പക്ഷേ ഞങ്ങളാരും ഒളിച്ചോടിയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി അവിടെ നിന്നു. ബോഡി പോയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ നിശ്ചയ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മാറിയത്. ഇത് ഗവൺമെൻറ് അടുത്ത് വന്ന വീഴ്ചയാണ്. ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് ഇന്ന് പുൽപ്പള്ളി ഉണ്ടായിട്ടുള്ളത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിനായിട്ട് ആശുപത്രിയിലാണ്, അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ജീപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്നൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്താണ് ഒന്ന് പല രീതിയിലുള്ളതായി ഒന്ന് ഈ വയനാട്ടിലെ ജനതയുടെ ഒരു അനുഭവം, അവർക്ക് കൃഷി ചെയ്യാനൊക്കില്ല, അവർക്ക് വീട്ടിൽ താമസിക്കാനൊക്കില്ല, അവരുടെ സാമൂഹ്യ ജീവിതം തകർന്നു. ഏത് സമയവും വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെടാം എന്നുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ജനമെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു വല്ലാത്തതായിട്ടുള്ള ഭയവും അരക്ഷിതാവസ്ഥയും ജനത്തിൻ്റെ മനസ്സിൽ കൃത്യതയോടുകൂടി വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒന്നാം പ്രതി സർക്കാരാണ്, വനം മന്ത്രിയാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ശാന്തമാണ് പുൽപ്പള്ളി, പ്രശ്നങ്ങൾ അവസാനിക്കുന്ന നിലയാണ് ഉള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് പള്ളിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയാണെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. പുൽപ്പള്ളിയിലെ സെൻറ് ജോർജ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നാട്ടുകാർ ഒരു വലിയ ഭാഗം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകാനുള്ളത്. രാഹുൽ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങി അല്ലേ? ഗോപി, സംസ്കാര ചടങ്ങുകൾ അത് അവസാനത്തിലേക്ക് എത്തുകയാണ്. സെന്റ് ജോർജ് പള്ളിയിലാണ് ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റാണ് ഈ ശുശ്രൂഷ ചടങ്ങുകൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് അവസാനിക്കാറായി എന്ന് തന്നെ പറയാം. പള്ളി വികാരിയുടെ നേതൃത്വത്തിലാണ് അവസാനവട്ട ശുശ്രൂഷകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കിയ ശേഷം സെന്റ് ജോർജ് പള്ളിയിലെ സെമിത്തേരിയിൽ തന്നെയായിരിക്കും പോളിന്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക. ഏതാണ്ട് 4:30 വീട്ടിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പോളിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര പള്ളിയിലേക്ക് എത്തിയത്. ആ വീട്ടിലുണ്ടായിരുന്ന ജനസഞ്ചയം അതുപോലെ തന്നെ ഈ പള്ളിയിലേക്കും ഇപ്പോഴും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് കാണുവാനുള്ളത്. അവരുടെ പ്രിയപ്പെട്ട പോള് ഇനി ജീവിച്ചിരിക്കില്ല എന്ന കാര്യം അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. പുൽപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട പോളിനെ അവസാനമായ ഒരു നോക്കുകൂടി കാണാൻ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായിരിക്കും അവസാനവട്ട ശുശ്രൂഷ ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെമിത്തേരിയിലും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഗോപി, ശരി, വയനാട് പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പോളിന്റെ ഭാര്യ, മകൾ എന്നിവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് കാണാം. ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിരുന്നു ഇന്ന് പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ. പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മതിയായ ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം, ഒരു പരാതി പോളിൻ്റെ കുടുംബത്തിനുണ്ട്. മകൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതും
അച്ഛന് ശരിയായ ചികിത്സ നൽകിയിട്ടില്ല, മതിയായ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ്. ഇതിൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട്. ഏതായാലും കാട്ടാന ആക്രമണത്തിൽ പോൾ മരിക്കാനിടയായ സാഹചര്യം വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത കാലത്തായി തുടർന്നു വരുന്ന ഒന്നായി മാറുന്നു. വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ ജില്ലാ ഭരണകൂടത്തിനോ കഴിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ രോഷം ഇന്ന് അണപൊട്ടിയത്. ഒരു തരത്തിലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ സംഘടിച്ചെത്തിയാണ് ഈ പ്രതിഷേധം ഇന്ന് കണ്ടത്. പോളിന്റെ കുടുംബത്തിന് മതിയായ സഹായവും പിന്തുണയും ഉറപ്പാക്കാതെ ഈ മൃതദേഹം ആംബുലൻസിൽ നിറക്കില്ല എന്ന നിലപാടായിരുന്നു നാട്ടുകാർ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് പോളിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലിയും അതോടൊപ്പം മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പും 10 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്നാണ് പോളിന്റെ മൃതശരീരം ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ നാട്ടുകാർ അനുവാദം നൽകിയത്. ഇപ്പോൾ പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ശക്തമായ പ്രതിഷേധം അണപൊട്ടി പോളിന്റെ മരണത്തെ തുടർന്ന്. വന്യജീവി ഭീതിയിൽ, ആക്രമണ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള നാട്ടുകാരുടെ അതിരൂക്ഷമായ പ്രതികരണമാണ് ഇന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ കണ്ടത്. വീണ്ടും പുൽപ്പള്ളിയിലെ സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. രാഹുൽ സുരേഷ്, മറ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അവിടുത്തെ പ്രതിഷേധമൊക്കെ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോളിന്റെ കുടുംബത്തോടൊപ്പം തന്നെ അയൽവാസികളും ആ ഇടവകയിലുള്ള ആൾക്കാരും ഒക്കെയാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളതെന്ന്, അല്ലേ? തീർച്ചയായിട്ടും ഗോപി, നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പള്ളിയിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. പോളിന്റെ ഭാര്യ, പോളിന്റെ മകൾ, പോളിന്റെ ബന്ധുമിത്രങ്ങൾ എല്ലാവരും തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്, പോളിന്റെ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത്, അവരുടെ നാട്ടുകാർക്ക് അവരുടെ പ്രിയ സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്, അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ബന്ധുവിനെയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ നഷ്ടത്തിന്റെ ഒരു കണക്ക് തന്നെയാണ്. അവസാനവട്ടം ഒരു നോക്കുകൂടി പോളിനെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനാണ് ഈ അവസാന നിമിഷവും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. പള്ളിയിലെ ശുശ്രൂഷകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമായിരിക്കും ഈ ശുശ്രൂഷകൾ അവസാനിക്കുക. അതിനുശേഷം സെന്റ് ജോർജ് പള്ളിയിലെ പള്ളി സെമിത്തേരിയിലായിരിക്കും പോളിനെ സംസ്കരിക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പള്ളി സെമിത്തേരിയിലും പൂർത്തിയായിട്ടുണ്ട്. പ്രതിഷേധം സംബന്ധിച്ച വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം ചികിത്സാ പിഴവാണ്, ചികിത്സ വൈകി എന്ന കാര്യമാണ് മകൾ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയത്. ഒരുപക്ഷെ അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ടാകാം. ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയാണ് പോള് ആക്രമണത്തിന് ഇരയാവുന്നത്. തുടർന്ന് മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് 3 മണിക്കൂർ ചികിത്സയിൽ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ അവിടെ നിന്നും മാനന്തവാടി ആശുപത്രിയിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ തൻ്റെ പിതാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്നായിരുന്നു ഇന്ന് രാവിലെ പോളിന്റെ മകൾ നമ്മളോട് പറഞ്ഞത്. കൃത്യമായി ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കാര്യം ബന്ധുക്കളും ഒപ്പം തന്നെ ഇന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നുണ്ട്. അതിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിൽ പോകും, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി പുറത്തു വരുന്ന കാഴ്ചകളാണ്. പക്ഷേ പോളിന്റെ ജീവൻ നഷ്ടമായി, അതൊരു നഷ്ടം തന്നെയാണ്, അതൊരു നികത്താനാവാത്ത നഷ്ടമാണ്. അതിൽ നഷ്ടപരിഹാരം നൽകിയാലോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകിയാലോ ആ ജീവന്റെ വിലയ്ക്ക് പകരം ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് പോളായിരുന്നു. ആ പോളിന് പകരം മറ്റ് എന്ത് കിട്ടിയാലും ഒന്നും ആവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും അവസാന നിമിഷത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കുടുംബത്തിന് 50 ലക്ഷം രൂപ ലഭ്യമാക്കണം, ഭാര്യയ്ക്ക് ജോലി നൽകണം എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായ പ്രധാന ആവശ്യങ്ങൾ. ഇവയിൽ ഇനി ഉടൻ തന്നെ നടപടി ഉണ്ടാകുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ഇതിൽ ആളുകൾ പറയുന്നത് ഇവിടെ മുമ്പും ഇത് 3ാമത്തെ മരണമാണ്, പോളിൻ്റേത് 3ാമത്തെ മരണമാണ്. നേരത്തെ ലക്ഷ്മണനും അജിത്തും ഉൾപ്പെടെ കാട്ടാനാക്രമണത്തിലാണ് മരിച്ചത്. അവർക്ക് നൽകിയ വാക്കുകളൊന്നും ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പോളിന് ഇത്തരത്തിൽ വാക്കാൽ മാത്രം പോളിന്റെ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് നൽകിയിട്ട് കാര്യമില്ല. രേഖാമൂലം തന്നെ ഈ വിവരങ്ങൾ അറിയിക്കണമെന്നായിരുന്നു. സെന്റ് ജോർജ് പള്ളിയിൽ ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതശരീരം സംസ്കരിക്കാൻ പോവുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വേദനയോടുകൂടി ആ വേർപാടിലെ വേദനയിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ ഇടവകയിലുള്ളവർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ എല്ലാവരും തന്നെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.